ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പും ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് തക്കാളിനെ ഒന്ന് വേവിക്കാം. തക്കാളി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഈ തേങ്ങാപ്പാൽ ചെറുതായിട്ട് തിക്കായി കഴിഞ്ഞപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ ചെറുതായിട്ടും തിക്കായി തുടങ്ങിയിട്ട് ഒന്നുകൂടി ഒന്ന് തിക്കാവട്ടെ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും ചേർക്കാം. ഇതിന് തിക്കായിട്ട് വരുമ്പോൾ എണ്ണ ഇങ്ങനെ തിളങ്ങിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് വരും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അത് ചെറുതായിട്ട് തിക്കായിട്ടുണ്ട്. എണ്ണയൊക്കെ തിളങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം മീനും ഇതിലേക്ക് നമുക്ക് പുരട്ടാനുള്ള തക്കാളി ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു വാഴല എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയിട്ടെടുക്കാം. അല്ലെങ്കിൽ വാട്ടിയില്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പൊതിഞ്ഞെടുക്കുമ്പോൾ വാഴല കീറിക്കും. വാഴല വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം തക്കാളി ചട്നി വയ്ക്കാം. കുറച്ച് അങ്ങനെ നീളത്തിൽ വയ്ക്കാം. നമ്മൾ മീൻ എങ്ങനെ വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം. കാരണം ഇതിന് മുകളിൽ വേണം നമുക്ക് മീനെ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മത്തി വയ്ക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചുകൂടി തക്കാളി പേസ്റ്റ് വയ്ക്കാം. മീൻ്റെ എല്ലായിടത്തേക്കും ആവണം തക്കാളിയുടെ പേസ്റ്റ്. നന്നായിട്ട് ഒതുക്കി വയ്ക്കും. നമ്മൾ വറുത്തെടുത്ത് വെച്ചേക്കണം മുളക് വയ്ക്കാം അതിൻ്റെ മുകളിൽ. ഇനി നമുക്കതൊന്ന് ഫോൾഡ് ചെയ്യും. ഈ വാഴയുടെ ഇല എടുത്തിട്ട് നമുക്കിതൊന്ന് കെട്ടാം. വാഴയുടെ നാര് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം ഇതാകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ബലത്തിൽ കെട്ടാൻ പറ്റില്ല. ഇനി നമുക്കൊരു വാഴയുടെ ഇല എടുത്തിട്ട് നീളത്തിൽ വാഴയുടെ ഒരു ഇല എടുത്തിട്ട് ഇതൊന്ന് കെട്ടാം. ഇത് റെഡി ആയിട്ടുണ്ട്.
നമ്മുടെ മത്തി പൊള്ളിക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള ചട്ടി എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് ചട്ടിയുടെ മുകളിൽ വെച്ചിട്ട് ഇത് നമുക്ക് പൊള്ളിച്ചെടുക്കാം. ഇതിനകത്തൊരു ചട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം. അല്ല പരന്നിട്ടുള്ളൊരു ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും നമുക്കത് മറിച്ചിടാനേക്ക് കുറച്ചും കൂടി എളുപ്പം. ഇപ്പം നമ്മുടെ ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ പൊള്ളിക്കാൻ വയ്ക്കാം. വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കാം. പതുക്കെ അമർത്തണം. മുറുക്കി അമർത്തിയിട്ടുണ്ടെങ്കിൽ ഇല പൊട്ടിപ്പോവും. നമുക്കൊരു സൈഡൊന്ന് മറിച്ചിടാം. അപ്പോൾ മത്തി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. വെച്ചിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ മത്തി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒന്നാണ്. നല്ല നെയ്യുള്ള മത്തി വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും.